ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഈ പറയുന്ന നിങ്ങളെപ്പോലെ LDF UDF റൊണാൾഡോ മെസ്സിയൊന്നും അല്ല വലുത്. എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് എന്റെ ഹീറോ. അപ്പൊ വലുതായി വരുമ്പോ ഇവൻ ചോദിക്കും, മാമ എന്താ മാമ ഇത്ര വൃത്തികേടായിട്ടുള്ള സമയം. വലുത് വരില്ല, ഒരു 2030 കഴിയുമ്പോ തന്നെ അല്ലെ ഈ ഒരു ഭൂമി ഇല്ലാതാകും. ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ യൂണിവേഴ്സൽ മാറ്റിംഗും റിലാക്സ് ഫോഴ്സും എതിർത്തില്ലെങ്കിൽ. അപ്പൊ ഇവരെന്നോട് ചോദിക്കും, മാമനൊക്കെ എന്താ നട്ടലുണ്ടാ മാമ, ഈ സിസ്റ്റം ഈ അപ്പൂമാരൊക്കെ ഇത്ര നശിപ്പിച്ച് ഞങ്ങളുടെ ഉള്ളിൽ ഇത്ര വിഷം കഴിച്ച് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി, ഞങ്ങൾക്ക് ഇത്ര നല്ല ശുദ്ധമല്ലാത്ത വായു തന്നു, എന്ത് വൃത്തികെട്ട ഭക്ഷണം തരുന്നു, വിഷം തരുന്നു, ഞങ്ങളുടെ ശരീരം എല്ലാം ഫാർമസ്യൂട്ടിക്കൽസ് വേണ്ടി വിറ്റു, ഇതൊന്നും മാമന് നട്ടലില്ല ഇതൊന്നും ചോദിക്കാൻ. അങ്ങനെ ഇവരെന്നോട് ചോദിക്കും. ഓക്കെ, അതായത് ഈ 2 വയസ്സുള്ള ഇത്രേ ഉള്ളൂ റിലാക്സ് കോഴ്സ്. പക്ഷേ ഇപ്പൊ ഓക്കെ, ഇവനും റിലാക്സ് കോഴ്സിന് ഒരേ പ്രായമുള്ളൂ. അപ്പോൾ ഇവൻ എന്നോട് ഭാവിയിൽ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്നോട് തന്നെ ഞാനിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇതിന്റെ റിസൾട്ട് തുടങ്ങണം. ഓക്കെ, ഞാനിപ്പോ ഇത്രയും വീഡിയോസ് ഇട്ടു, ഇത്രയും കാര്യങ്ങൾ ഇട്ടു, ഉടനെ ഇതെല്ലാം മാറും. ഓക്കെ, കാരണം തമിഴ്നാട്ടിലെല്ലാം വിജയും ഈ TVK എന്നുള്ള ആ ഒരു പാർട്ടി എല്ലാം തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ വിഡ്ഢികളായ തമോ ഗുണം എന്ന് പറഞ്ഞ ആൾക്കാർ, അതായത് ബുദ്ധിഹീനർ, അവരുടെ ഉള്ളിൽ ആ ഒരു ബുദ്ധി ഇല്ലാത്ത വസ്തുക്കൾ. ഓക്കെ, സാധാരണ ആൾക്കാർ തന്നെയാണ്. ഒരിക്കലും നമ്മൾ ഈ പറയുന്ന കോടീശ്വരന്മാരെയോ ബിസിനസ് ആൾക്കാരെയോ സിനിമാ നടന്മാരോ ആരെയും കുറ്റം പറയില്ല. കാരണം നമ്മളൊരു വിഡ്ഢിയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന്റെ ശരീരം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഡ്ഢികളായ ആൾക്കാരെല്ലാം നശിക്കും. പക്ഷെ അത് പറ്റില്ലല്ലോ, കാരണം ഭാവി തലമുറ, കാരണം ഈ കുഞ്ഞ് വലുതായി വരുമ്പോഴാണ് വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്നത്. ജനിച്ചു വീഴുമ്പോ പരിശുദ്ധമാണ്. അപ്പോ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്. ഓക്കെ, വിഷ്ണു എന്നാണ് എന്റെ പേര്. അതോടൊപ്പം ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഓക്കെ, ഞാൻ കൊന്തിടാറുണ്ട്, ഞാൻ സുന്നത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ആരാണ്? ഞാൻ ജസ്റ്റ് ഒരു മനുഷ്യനാണ്. എന്റെ മതം എന്നുള്ളത് ഹ്യൂമാനിറ്റി മാത്രമാണ്. അപ്പൊ ആ രീതി തന്നെയാണ് ഇവനെ വളർത്താൻ. പക്ഷെ ഈ സമൂഹം അങ്ങനെയല്ല. ഈ സമൂഹം ഇവൻ വളർന്നു വരുമ്പോൾ തന്നെ ഇവനൊരു പേര് കൊടുക്കും, ഇവനൊരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കൊടുക്കും, ഈ പറയുന്ന വിഷമടങ്ങിയ വായു കൊടുക്കും, ശുദ്ധമല്ലാത്ത വെള്ളം കൊടുക്കും. എന്നിട്ട് അസുഖം എന്ന് പറയുമ്പോൾ നേരെ ആശുപത്രി പോയി ആന്റിബയോട്ടിക്സ് കഴിക്കും. നേരെ ഒരു പഠനം വന്നിരുന്നു, 2050 ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാൻ പോകുന്നത് ആന്റിബയോട്ടിക്സിന്റെ റിയാക്ഷൻ കൊണ്ടായിരിക്കും. അത്ര അമ്പയിലായിട്ടൊന്നും പോകേണ്ടി വരില്ല. അപ്പൊ കണ്ടില്ലേ, ഡോക്ടർമാര് പറയുന്ന ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ അതിനും പ്രശ്നം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇനി വരാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോവിഡ്. ഓക്കെ, എല്ലാവരും കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു, സ്ട്രോക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കോവിഡിന്റെ ആ ഒരു നമുക്ക് ഭീഷണിപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ കയറ്റിയ ആ ഒരു വിഷമായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഫാർമസ്യൂട്ടിക്കൽസും അതോടൊപ്പം തന്നെ കുറെ ക്രീമും ഇതെല്ലാം പെടുന്നുണ്ട്. ഇതെല്ലാം 5 വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ ലിവർ എല്ലാം പോകും. ഇതെല്ലാം ഞങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. ശരീരത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ന്യൂറോ സയൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മൂഡ് അല്ലെ, സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഈ കംപ്ലീറ്റ് സിസ്റ്റം ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇവരെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കും. അല്ലെങ്കിൽ ഓക്കെ, ആണും പെണ്ണൊന്നും ഇല്ല ഇവിടെ പീഡിപ്പിക്കാൻ. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എന്റെ സുപ്രീം അതോറിറ്റി പോകും. ഓക്കെ, അതായത് ഒരു ആയുസല്ലേ കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ആയുസിൽ സമസ്ത പ്രപഞ്ചത്തിനും നന്മയും സന്തോഷവും സമാധാനവും ആരോഗ്യം സുരക്ഷിതത്വം കൊടുക്കണം. ഓക്കെ, അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവനെ സ്വന്തമായിട്ട് കൊല്ലാൻ കൊടുക്കുന്ന പോലെ ഇരിക്കും. അതായത് അപ്പന്മാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ എന്തായാലും അതിനെനിക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ നോക്കാം.